ശബരിമലയിൽ വീണ്ടും ഭക്തജന തിരക്ക്. ഇന്നലെ 97,932 ഭക്തരാണ് മല കയറിയത്. കഴിഞ്ഞ 2 ദിവസമായി തിരക്ക് അല്പം കുറവായിരുന്നു. മണ്ഡലപൂജ അടുത്തതോടെ തിരക്ക് വീണ്ടും വർദ്ധിക്കും എന്നാണ് പ്രതീക്ഷ. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു സന്നിധാനത്ത് നിന്നും. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. സ്വാഭാവികമായിട്ടും ഇനി അവധി ദിവസങ്ങളാണ്, ഇന്ന് വീക്കെൻഡാണ്, അവധി ദിവസങ്ങളാണ് വരുന്നത്. തിരക്ക് കൂടാൻ തന്നെയാണ് സാധ്യത, അല്ലേ ശ്രീജിത്ത്? തീർച്ചയായും മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട തിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ദേവസ്വം ബോർഡിനും പോലീസിനുമുള്ളത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളായിരിക്കും ഉണ്ടാകുക അശ്വതി. പക്ഷേ അവധി എന്നത് മാത്രം ഒരു തിരക്കിൻ്റെ കാരണമായി ശബരിമല സന്നിധാനത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ഈ ഒരു മണ്ഡലപൂജ തുടങ്ങിയ ശേഷമുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും തിരക്ക് കുറവുള്ളതൊക്കെ അവധി ദിവസങ്ങളിലായിരുന്നു. പക്ഷേ ഒരു ക്രിസ്മസ് അവധി പോലെയുള്ള ഒരു വലിയ അവധിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായുള്ളത്. ഇപ്പോൾ ഉഷപൂജയുമായി ബന്ധപ്പെട്ട ശീവേലി നടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മേൽശാന്തി ഉൾപ്പെടെയുള്ളവരാണ് ഈ ചടങ്ങിൻ്റെ ഭാഗമായി പോകുന്നത്. സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവരും ഇതിൻ്റെ ഭാഗമായി ഉണ്ട്. എന്തായാലും അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഈ അവധി, ഇനിയൊരു ക്രിസ്മസ് അവധി, തുടർച്ചയായ അവധിക്ക് ആ സമയത്തൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെ തിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ ഇന്നലെ മിനിയാന്ന് ഇന്നലെ ഏതാണ്ട് 1,00,000-നടുത്ത ആളുകൾ എത്തുന്നു. അതിൻ്റെ തലേദിവസവും അതിൻ്റെ തലേദിവസവും ഒക്കെ ഒരല്പം തിരക്ക് കുറവായിരുന്നു. 80,000-ലേക്കൊക്കെയാണ് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ സ്വാഭാവികമായും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മണ്ഡലപൂജയ്ക്ക്. 23-ാം തീയതി തങ്കേങ്കി ഘോഷയാത്ര ഇതുവഴി കടന്ന് ആറന്മുളയിൽ നിന്ന് പുറപ്പെടുകയാണ്. അതുകൊണ്ട് ഇനിയുള്ളത് ഉത്സവ ദിവസങ്ങളാണ്. വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. 26-നാണ് തങ്കേങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്ത് വൈകുന്നേരത്തോടു കൂടി എത്തുന്നത്. 27-ന് മണ്ഡലപൂജ നടക്കുകയാണ്. അങ്ങനെ ഒരു തീർത്ഥാടന കാലത്തിൽ മണ്ഡലകാലത്തിൻ്റെ ഏതാണ്ട് പരിസമാപ്തിയിലേക്ക് പതുക്കെ എത്തുകയാണ് ശബരിമല സന്നിധാനം. തിരക്കുള്ള ദിവസവും ഈ രാത്രിയൊക്കെ ഭക്തരെ കടത്തിവിടുന്നതുകൊണ്ട്, അതായത് ഈ 18-ാം പടി ആകെ ഏതാണ്ട് പുലർച്ചെ 2 മണിക്ക് മാത്രമാണ് അടയ്ക്കുന്നത്, അത് കഴുകുന്നതിനും മറ്റും. അതല്ലാതുള്ള സമയത്തൊക്കെ സന്നിധാനത്തെ ഈ 18-ാം പടി ചവിട്ടുന്നതുകൊണ്ട് തന്നെ വലിയൊരു ക്യൂ താഴേക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശ്വാസകരം. ഈ 1,00,000 പേരൊക്കെ എത്തുന്ന സമയത്ത് പോലും ആശ്വാസകരമായിട്ടുള്ള ഒരു അവസ്ഥ. എന്തായാലും സന്നിധാനം നല്ല തിരക്കിൽ തന്നെയാണ് ഇന്നും തുടരുന്നത് അശ്വതി. ശരി, ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.